ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരാഴ്ച പിന്നിടുമ്പോൾ ആദ്യത്തെ എവിക്ഷൻ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെയും അകത്തും പുറത്തും നിറഞ്ഞു നിന്നിരുന്ന മത്സരാർത്ഥിയായിരുന്നു രതീഷ് കുമാർ. പ്രേക്ഷക തീരുമാനപ്രകാരം മത്സരത്തിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. രതീഷാണ് പുറത്താകാൻ പോകുന്നതെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെ ബിഗ് ബോസ് പുറത്താക്കില്ലെന്നും എവിക്റ്റ് ചെയ്ത് സീക്രട്ട് റൂമിലാക്കിയതിനു ശേഷം ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറ്റിവിടുമെന്നുമൊക്കെയാണ് പ്രേക്ഷകർ കരുതിയത്. എന്നാൽ ഇപ്പോൾ ഇതാ പുറത്തിറങ്ങിയ രതീഷ് കുമാറിന്റെ ആദ്യ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എവിക്റ്റ് ആകുമെന്നാണ് രതീഷിന്റെ ആദ്യ പ്രതികരണം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാവ് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. ഓരോന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ ഒരാഴ്ച കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇനിയൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ പൊളിക്കും. എനിക്ക് ചില തെറ്റുകൾ പറ്റി. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ബിഗ് ബോസ് എന്നാണ് രതീഷ് പറയുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞും ജിൻഡോയെ ആശ്വസിപ്പിച്ചും ആശംസകൾ നേർന്നുമൊക്കെയാണ് രതീഷ് സഹമത്സരാർത്ഥികളോട് യാത്ര പറഞ്ഞത്. ഇറിറ്റേറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു തുടക്കം മുതൽ രതീഷ് സ്വീകരിച്ചത്. അതാണ് പ്രേക്ഷകർക്കിടയിൽ രതീഷിന് ഇത്ര നെഗറ്റീവായതും. മെമിക്രിയും പാട്ടുകളും ഡാൻസും ഒക്കെയായി ഷോയിൽ 100 ദിവസം നിറഞ്ഞു നിൽക്കുമെന്ന് കരുതിയ പ്രേക്ഷകർക്ക് രതീഷിൻ്റെ ഈ പുറത്താകൽ വളരെ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. സീസൺ 6-ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.